ഹലോ, അസ്സലാമു അലൈക്കും. മുറ്റടിച്ചാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടുത്തെ തണുപ്പ് കാരണം ലാമിൻ്റെ അവസ്ഥ കാണിച്ചെടുത്താ ഇങ്ങനെയാണല്ലേ. തൊപ്പിയൊക്കെ ഊരി സെപ്പറേറ്റ് ആയിട്ട് ഒട്ടിച്ച് വെച്ചേക്കണം. ഒരു മാക്സിയൊക്കെ ഇട്ട് വലിയ താത്തയേക്കണം കേട്ടോ. അല്ലേ മാമിയെ? വാ. നമ്മുടെ നെല്ലൊക്കെ കണ്ടോ. ഇന്ന് മുറ്റത്ത് വലിയ കച്ചറയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ 2 ദിവസം മുന്നേ തീയിട്ടെല്ലാം റെഡിയാക്കിയിരുന്നു. വലിയ കച്ചറയൊന്നും ഇല്ല, എന്നാലും ഇലകൾ എല്ലാം ഉണ്ട് കേട്ടോ. ഇനി നമ്മളെ പാടം കണ്ടോ, നെല്ലൊക്കെ ചാഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഒരു സൈഡിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയില്ല, ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, നെല്ലൊക്കെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കണം. എന്താ സംഭവം, ഇങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല കേട്ടോ. എല്ലാം വീണ് കിടക്കുന്നുണ്ട്. അതോ ഇനി നെല്ല് കൊയ്യാനായിട്ടാണോ എന്നും അറിയില്ല കേട്ടോ. ഇങ്ങോട്ട് വാ. ആ പച്ചപ്പുള്ള സമയത്തല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മഞ്ഞ കളറായപ്പോൾ ഭംഗിയൊക്കെ കുറച്ച് പോയി. നമ്മൾ ചൂലൊരു മൂക്കാത്ത ഓല കൊണ്ട് ഉണ്ടാക്കിയ പോലെ കേട്ടോ. ഭയങ്കര ഇങ്ങനെ ചപ്പി പോവുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒടിഞ്ഞു പോവുക. ഇലയൊന്നും പോണില്ല. ചെറിയ പൊടിയൊക്കെ അടിക്കാനേ പറ്റുള്ളൂ. നോക്കി വാങ്ങണം എന്ന് പറഞ്ഞാൽ നോക്കി വാങ്ങിയത് തന്നെ അവിടെ ഇങ്ങനെയേ ഉള്ളൂ. നമുക്ക് തോന്നുന്നു മൂക്കാത്ത പട്ടയൊക്കെ എടുത്ത് കുറച്ച് ഓല കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ. പറ്റണില്ല. ഈർക്കിളി ശരിക്കും നല്ല ഉറപ്പുള്ള ഈർക്കിളി വേണം, എന്നാലേ നമുക്ക് ഇലകളൊക്കെ പോവുള്ളൂ അല്ലേ. എമീനെ പുറത്തിറക്കാഞ്ഞിട്ടാണ് കേട്ടോ. കാരണം നല്ല മഞ്ഞാണ്. അപ്പം ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ വന്നിട്ട് ജലദോഷവും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പുറത്തിറക്കിയിട്ടില്ല കേട്ടോ. ഇവളെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അവൾക്ക് പിന്നെ ഇപ്പോൾ ശീലമായി. അന്ന് മഞ്ഞ് തുടങ്ങിയ സമയത്തൊക്കെ നല്ല കഫക്കെട്ടും പനിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ മാറി, ഇപ്പോൾ ശരിയായി. ഇപ്പം അതിനോടൊരു യോജിച്ചു അവൾ ആ ഒരു കാലാവസ്ഥയായിട്ട്. ഇനിയിപ്പോൾ അവനൊന്നും ഉണ്ടാക്കേണ്ടത്, കാരണം അവരവിടെ ഇത്ര തണുപ്പില്ല അത്ര കേട്ടോ. പിന്നെ ഇവിടെ നല്ല തണുപ്പാണ്. മഞ്ഞൊക്കെ പോയിട്ടോ. പാടത്ത് ഭയങ്കര മഞ്ഞായിരുന്നു, പാടം കാണൂലായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി, മഞ്ഞ് അങ്ങനെ ഇറങ്ങി വരുന്ന ആ സംഭവം പോയിട്ട് ഭയങ്കര തണുപ്പ് മാത്രമായിട്ടോ. ഇവിടെ അങ്ങനെ പോയി നോക്കി നിൽക്കും, റോട്ടിൽ നോക്കിയിരിക്കണം കേട്ടോ. ഇവിടെ നമ്മൾ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു ചെടിപ്രാന്താണ് കേട്ടോ. എത്ര കിട്ടിയാലും തികയാത്തൊരു സാധനമാണ് ചെടി. പിന്നെ നമ്മൾ ഈ വാടക വീട്ടുകാരായതുകൊണ്ട് ഇങ്ങനെ കൊണ്ടെടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു വിചാരിച്ചിട്ട് കുറേ ചെടികൾ ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഇനി ഇതൊക്കെ ഒഴിവാക്കണം എന്ന് വിചാരിച്ചിങ്ങനെ മാറ്റിയിട്ടിരിക്കുക. കാരണം അത്യാവശ്യമുള്ളത് മാത്രം വെച്ചിട്ട് ബാക്കി ഒഴിവാക്കണം. കാരണം കൊണ്ടെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. 10-50 ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കൊണ്ടെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോയി കുറച്ചൊക്കെ അവിടെ ഉണ്ട്, ആ ഭാഗത്തുണ്ട്, അവിടെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ ഒഴിവാക്കാനുള്ളത് മാറ്റി വെച്ചിരിക്കുക കേട്ടോ. പിന്നെ വീട്ടിൽ എടുക്കില്ല, ചട്ടി മണ്ണൊക്കെ കളഞ്ഞ് കൊടുത്തു വിടണം. അവർ വെടി കുഴിച്ചിട്ടുണ്ടെങ്കിൽ കുഴിച്ചിട്ടോട്ടെ എത്തിയിട്ടാ. ഇവിടെ ഇങ്ങനെ ഒരു പൊങ്ങിയ സ്ഥലം കേട്ടോ. എപ്പോഴാണ് തലൻ്റെ മേലെ വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ടത് ഒരു പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട്. ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്നുണ്ടേ. ഈ ഭാഗത്തേക്ക് ഞാൻ വല്ലാതെ പോവാറില്ല കേട്ടോ. അത്യാവശ്യം ചപ്പ് ചവറുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒന്ന് പോയി അടിച്ചു വാരി വരും. പക്ഷെ പേടിയാണ്, കാരണം 1 മീറ്റർ പോലും ഗ്യാപ്പില്ല ഈ ചുമരും ഈ നമ്മുടെ ഈ ഭിത്തിയും തമ്മിലിട്ട്. ഞാൻ മാറാലാട്ടാൻ പോലും ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകാറില്ല, കാരണം പാമ്പിനെ കണ്ടിട്ട്. ഒരുപാട് ഹോളുകളാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിരുന്നു ഇവിടുത്തെ അവസ്ഥകൾ. ഭയങ്കര ഹോളുകൾ. എന്താ പറയുക, നമ്മളിതിലിങ്ങനെ നടക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടെ തല നീട്ടിയാൽ പണി കിട്ടും. ഇഷ്ടം പോലെ ഹോളുകളാണ്. അതിനൊക്കെ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് പേടിയാണ് ഈ ഭാഗത്തേക്ക് വന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഞാൻ ഇതിലെ ഫുള്ള് നടന്ന് ദിവസം അടിച്ചു വരുമായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. ഇപ്പോൾ പോകൂല. എല്ലാവരും പറയും അതവിടെ കിടന്നോട്ടെ, ആ ഭാഗത്തേക്കാരും പോകണ്ടെന്ന് പറയും. ഇവിടെ ഈ റോഡ് വളവായ കാരണം കംപ്ലീറ്റ് ഇലയും ചപ്പ് ചവറുകൾ കംപ്ലീറ്റ് നമ്മുടെ മുറ്റത്ത് കട്ട വരിക. ഗേറ്റ് അടച്ചിട്ടാലും ലാമിങ്ങോട് വാ. കുറേയൊക്കെ ഗേറ്റൊക്കെ അടച്ചിടും കേട്ടോ, എന്നാലും അവിടെ നന്നായിട്ട് ഇങ്ങനെ വരും. കാരണം ഇല ഉണ്ടാവും, ഈ മരമാണ്, അതാ റോട്ടിൽ ചാടും, കംപ്ലീറ്റ് നമ്മളെ മുറ്റത്ത് കൂടെ വരും. 10 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ വൃത്തിയോടൊക്കെ ഇപ്പം ആവും. നമ്മളെത്ര അടിച്ചു വരിട്ടും കാര്യമില്ല കേട്ടോ. പിന്നെ അപ്പുറത്ത് പാമ്പും ശല്യമൊക്കെ ആണെങ്കിലും ഈ ഭാഗം കാണുമ്പോൾ ഭയങ്കര ഒരു മനസ്സമാധാനം കേട്ടോ. പാടവും കൃഷിയൊക്കെ ആയിട്ട് ഇപ്പോൾ
നെല്ലൊക്കെ നല്ല മൂത്ത കാരണം കുറച്ച് ഭംഗിയൊക്കെ പോയി. ആ പച്ച കളറായി നിന്ന സമയത്ത് എല്ലാം ഭംഗിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മുറ്റടിച്ച സമയം കൊണ്ട് ഇവള് കുറേ മണ്ണ് വാരി ബക്കറ്റിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് കഴിഞ്ഞു കേട്ടോ. രാവിലത്തെ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി പോയി ചായ കുടിക്കട്ടെ കേട്ടോ. നമ്മൾ അടുക്കളയിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ. നേരെ ഇങ്ങനെ പാടത്തേക്ക് കാണും കേട്ടോ. ഇപ്പോൾ അടുക്കളയിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പവും മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. നിങ്ങളെ ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊന്നും മറക്കണ്ട കേട്ടോ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.